നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചേട്ടാ വാ കഴിക്കാം. ആരെ നോക്കുന്നേ? അച്ഛൻ. ബാലമാമൻ കഴിച്ചിട്ട് പോയായിരുന്നു. അക്കുച്ചേട്ടൻ വാ കഴിക്കാം. എനിക്ക് വേണ്ട, വിശപ്പില്ല. അത് പറഞ്ഞാ പറ്റില്ല. എന്തേലും കഴിച്ചേ പറ്റൂ. കഴിക്കാതിരിക്കാൻ അക്കുച്ചേട്ടന്റെ ശരീരം എന്ത് തെറ്റിയതു? തെറ്റിയത് ഞാനല്ലേ? അപ്പൊ എന്നെ ശിക്ഷിക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? അയ്യോ അക്കുച്ചേട്ടൻ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. വാ അക്കുച്ചേട്ടാ കഴിക്കാം പ്ലീസ്. ചേട്ടാ സോറി, ഞാൻ നിന്നോട് നുണ പറഞ്ഞു. സോറി. എന്തിനാ അക്കുച്ചേട്ടാ സോറി പറയുന്നേ? അക്കുച്ചേട്ടൻ എന്നോട് നുണ പറയാം. അക്കുച്ചേട്ടനും ഇഷ്ടപ്പെട്ടല്ലോ എന്നെ കല്യാണം കഴിച്ചത്. എന്നോട് അക്കുച്ചേട്ടൻ സത്യം മാത്രമേ പറയാവൂ എന്നൊരു നിർബന്ധവുമില്ല. അക്കുച്ചേട്ടനെ വിഷമിപ്പിക്കാൻ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അക്കുച്ചേട്ടന്റെ മനസ്സിൽ എന്റെ സ്ഥാനം എന്താന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അക്കുച്ചേട്ടൻ എന്നോട് നുണ പറയരുതെന്ന് പറയാനുള്ള അധികാരവും അവകാശവും എനിക്കില്ല. അക്കുച്ചേട്ടൻ എന്നോട് എന്ത് പറയണമെന്ന് തോന്നുന്നു അത് പറയാം. എന്നെക്കുറിച്ച് ആലോചിച്ച് അക്കുച്ചേട്ടൻ വിഷമിക്കരുത്. കഴിക്ക അക്കുച്ചേട്ടാ. ഞാനിവിടെ നിന്നാ ചിലപ്പോ അക്കുച്ചേട്ടൻ കഴിക്കില്ല. കഴിക്കുമോനെ. വേണ്ടച്ചാ. എന്താ മോനെ, ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ല ചാ. എന്നാ പിന്നെ കഴിക്കേ. മക്കളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി തന്റെ സന്തോഷം മാറ്റിവെച്ച് ജീവിക്കുന്നവനാ ഒരു നല്ല അച്ഛൻ. നിനക്ക് ഞാൻ അങ്ങനെ ആയിരിക്കണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. നിന്റെ സന്തോഷം വലുതെന്ന് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ടാ ചാരുവിനെ നിനക്ക് കല്യാണം കഴിച്ചു തന്നത്. ചാരുമോളുടെ കല്യാണം നടത്തിയത് ബാലമാമയായിട്ട് മാത്രമല്ല, നിന്റെ അച്ഛനായിട്ട് കൂടിയാ. നീ അത് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അരവിന്ദ് ഈ കുടുംബത്തെയും ചാരുമോളെയും ചതിച്ചിട്ട് പോയപ്പോ നീ എന്റെ നിർദ്ദേശപ്രകാരം ചാരുമോളെ വിവാഹം കഴിച്ചു. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു. കാരണം എന്റെ ആകാശമോനാണല്ലോ
അവളെ കല്യാണം കഴിച്ചതെന്ന് ആലോചിച്ചിട്ട്. പക്ഷേ നീ ഇപ്പൊ ചാരുമോനോട് സംസാരിക്കുന്നതും പെരുമാറുന്നൊക്കെ കാണുമ്പോ എന്റെ ആ സന്തോഷം മാഞ്ഞു പോവാ. അച്ഛാ, മോനെ, എന്താ നിന്റെ പ്രശ്നം? നീ അച്ഛനോട് പറ. എന്തുണ്ടെങ്കിലും പറയാലോ നിനക്ക്. എന്റെ ആകാശമാനെ കുറിച്ച് എല്ലാം എനിക്ക് അറിയാമെന്ന് ഞാൻ അഭിമാനിച്ചിരുന്നു. പക്ഷെ ഇപ്പോ നിന്നെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല മോനെ. പറയൂ മോനെ, നിന്റെ മനസ്സിലെന്താ? മോനെ, എന്റെ മുഖത്ത് നോക്ക്. പറയൂ മോനെ, എന്താ നിന്റെ മനസ്സിൽ? മനസ്സിലെ വിഷമം ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്തത് ഒരു ആശ്വാസാ? അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. പിന്നെ എന്താ നീ ഇങ്ങനെ? പാവം ചാരുമോള് നിന്നെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി കഴിക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ നീ അവളോടൊരു വാക്ക് ചോദിച്ചോ, നീ കഴിച്ചോന്ന്? ഒരു പെൺകുട്ടിക്ക് സ്നേഹവും കരുതലൊക്കെ കൊടുക്കണം മോനെ. അപ്പോഴാ ആ വീട് അവൾക്ക് സ്വർഗമാവുന്നത്. ഇല്ലെങ്കിൽ അവൾക്കതൊരു നരകമായി മാറും. ചാരുവിനെ നീ കല്യാണം കഴിച്ചപ്പോ അവൾക്കതൊരു ആശ്വാസവും സ്വാതന്ത്ര്യമാവുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവൾക്കതൊരു ശിക്ഷയായി മാറരുത് മോനെ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ചാരുവിനെ നീ കല്യാണം കഴിച്ചപ്പോ അവൾക്കതൊരു ആശ്വാസവും സ്വാതന്ത്ര്യമാവുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവൾക്കതൊരു ശിക്ഷയായി മാറരുത് മോനെ. അക്കുച്ചേട്ടാ, അക്കുച്ചേട്ടൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയോ? ആ എന്താ? പറയാൻ മറന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ ഇങ്ങോട്ട് വരണം.